അത് ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ്. നമ്മളിങ്ങനെ സംസ്ഥാനത്ത് കൊട്ടിക്കലാശം പരസ്യപ്രചാരണത്തിന്റെ സമാപനം ഒക്കെയും പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയം നോക്കിക്കാണുന്നത് മഹാരാഷ്ട്രയ്ക്കൊപ്പം ജാർഖണ്ഡാണ്. പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ എങ്ങനെ റഷീദ്? തീർച്ചയായും പാലക്കാടിലെ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തോളം നീണ്ടുനിന്ന വലിയ പരസ്യ പ്രചാരണത്തിനാണ് ഇപ്പോൾ ജാർഖണ്ഡിലും വിരാമം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് മൗന പ്രചാരണമാണ്. പക്ഷേ അവസാന ദിനത്തിലും രാഷ്ട്രീയ തരത്തിലുള്ളൊരു വാക്പോരിനാണ് ഇരു മുന്നണികളും, പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യവും NDA സഖ്യവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ കാഴ്ചവെച്ചത്. കാരണം വലിയ രീതിയിലൊരു വാക്പോരും വിദ്വേഷ പ്രചരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ന് മൗന പ്രചാരണമാണ്. അടുത്ത ദിവസങ്ങളിലായി ജാർഖണ്ഡിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. 38 മണ്ഡലങ്ങളിലേക്കായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നേരത്തെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 43 മണ്ഡലങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഈ 43 മണ്ഡലങ്ങളിൽ 17 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട മണ്ഡലങ്ങൾ. ഈ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോളിംഗ് തങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് ഇരു മുന്നണികളും വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും JMM-ഉം BJP-യും അത്തരത്തിലുള്ളൊരു കണക്ക് കൂട്ടിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ, അതായത് 2019 പോളിംഗ് ശതമാനത്തേക്കാൾ 2.3% പോളിംഗ് ഈ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഗോത്ര വിഭാഗം ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് JMM. പക്ഷേ റഷീദ്, വളരെ പ്രധാനപ്പെട്ട 4 വാർത്തകളുടെ വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ഇപ്പോൾ പങ്കുവച്ചത്.